വിശദമായ വാർത്തകളിലേക്ക്. സർക്കാർ പ്ലീഡർ നിയമനത്തിലെ തർക്കത്തിനിടെ KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളം തേവര SH കോളേജിൽ നടന്ന പരിപാടിക്കാണ് ഇരുവരും എത്തിയത്. മുഖ്യമന്ത്രി കാണാൻ അലോഷ്യസ് സേവ്യർ കാത്തു നിന്നിട്ടും സംസാരിച്ചില്ല. അബ്ദുൾ റഹീം ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. റഹീം, ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSUവും മുഖ്യമന്ത്രിയും സർക്കാരും തമ്മിലുള്ള തുറന്നു പോരിനിടെയാണ് ഇരുവരും ഒരേ വേദിയിൽ ഒരേ പരിപാടിക്ക് എത്തിയത്. മുഖം പോലും കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല, അല്ലേ? അരുണ്യ, തീർച്ചയായും ഈ ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. അലോഷ്യസ് സേവ്യർ അല്ലെങ്കിൽ KSU വിമർശനം ഉന്നയിച്ചിരുന്നു. അതായത് SFI ഉൾപ്പെടെയുള്ള സംഘടനയിൽപ്പെട്ട ആളുകളെ ഈ ഒരു പ്ലീഡർ നിയമനത്തിൽ പരിഗണിച്ചപ്പോഴും KSUവിന് ഏതെങ്കിലും തരത്തിലൊരു പരിഗണന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായില്ല എന്നുള്ളതായിരുന്നു. അതിനെതിരെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് തന്നെ ഇതിലൊരു പ്രതിഷേധം അറിയിക്കാൻ KSU തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ അലോഷ്യയ്ക്കോ അല്ലെങ്കിൽ KSUവിനോ അത്തരത്തിലൊരു സമയം മുഖ്യമന്ത്രി കാണാനായി അനുവദിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഇന്ന് തേവരയിലെ SH കോളേജിൽ ഇരുവരും പങ്കെടുക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി വേദിയിൽ ഇരിക്കെ ഏതെങ്കിലും തരത്തിൽ വേദിയിൽ ഇരുന്ന പരിപാടിയിൽ അലോഷ്യസിനെ ഏതെങ്കിലും തരത്തിൽ അഭിസംബോധന ചെയ്യുകയോ മറ്റു ഒന്നും ഉണ്ടായില്ല. അതിനുശേഷം ഈ പരിപാടി കഴിഞ്ഞ് മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങി, അതായത് സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി കാണാൻ അലോഷ്യസ് സേവ്യർ കാത്തുനിന്നതാണ്. പക്ഷേ അലോഷ്യയെ ഏതെങ്കിലും തരത്തിൽ മുഖം കൊടുക്കാതെ അല്ലെങ്കിൽ അലോഷ്യയുമായി കണ്ടിട്ടില്ല എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി ആ വേദിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയത്. അലോഷ്യസ് അതിനിടയ്ക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് അലോഷ്യസ് അതിനിടയ്ക്ക് മുഖ്യമന്ത്രിക്ക് ഹസ്തദാനം നൽകാനായി കൈ നീട്ടുന്നുണ്ട്. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രി അടുത്തുണ്ടായിരുന്ന മറ്റ് ആളുകളോട് സംസാരിക്കുന്നു, അവരോട് കുശലം പങ്കുവയ്ക്കുന്നു, അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അലോഷി കാത്തുനിന്ന് കൈ നീട്ടിയിട്ട് പോലും മുഖ്യമന്ത്രി അതിനെ കാണാനോ കൊള്ളാനോ തയ്യാറായില്ല എന്നുള്ളതാണ്. പിന്നീട് മുഖ്യമന്ത്രി അലോഷ്യസിനെ പൂർണ്ണമായും തീർത്തും അവഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSU ഉന്നയിച്ച ആ ഒരു വിമർശനത്തെ മുഖ്യമന്ത്രി തീരെയും താല്പര്യപ്പെട്ടിട്ടില്ല എന്ന് തന്നെ വേണം ഇന്നത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ഏതായാലും അലോഷ്യസ് സേവ്യർ നിലവിൽ ഈ കോളേജിൽ തന്നെ തുടരുന്നുണ്ട്. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും KSUവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് സംസ്ഥാനത്തെ, അതായത് പാർട്ടിയുടെ മുഖ്യമന്ത്രി ഭരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി യൂണിയൻ നേതാക്കളെ കാണാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വിദ്യാർത്ഥി സംഘടനയ്ക്കേറ്റ കനത്ത തിരിച്ചടി എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഏതായാലും ഇനി ഈ വിഷയത്തിൽ എന്താണ് അലോഷ്യസിന് പറയാനുള്ളത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അദ്ദേഹത്തിന്റെ പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അലോഷ്യസ് ഇപ്പോഴും ഈ കോളേജിൽ തന്നെ തുടരുകയാണ്. അരുണ്യ. റഹീം, ഇതിലിപ്പോൾ ഇന്ന് നമ്മൾ AP അനിൽകുമാറിന്റെ പ്രതികരണം കേട്ടു, ദീപ്തി മേരി വർഗീസിന് പ്രതികരണം കേട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും ഈ ഭിന്നതയിൽ ഇടപെടുന്നുണ്ട്, അല്ലെങ്കിൽ അവർ അത് രമ്യമായി പരിഹരിക്കണമെന്നൊരു വിഭാഗം പറയുമ്പോൾ KSUവിനോട് വളർന്നു വന്ന നേതാക്കളാണ് ഞങ്ങളൊക്കെ, അത്തരത്തിൽ KSUവിനെ പറയാൻ അങ്ങനെ ഒരു വിമർശനം മുഖ്യമന്ത്രി നടത്തില്ല എന്നതാണ് മുഖ്യമന്ത്രി കുത്തി പറഞ്ഞുകൊണ്ടുള്ള ദീപ്തി മേരി വർഗീസ് എന്ന് പ്രതികരിച്ചത്. എങ്ങനെയെങ്കിൽ ഈ പ്രശ്നം ഇങ്ങനെ മുന്നോട്ട് പോകുക തന്നെയാണ്, അതിലൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. KSU കടുത്ത തുറന്ന എതിർപ്പുകൾ പല കാര്യങ്ങളിലും ഈ സർക്കാരിനെതിരെ തുടക്കം മുതൽ തന്നെ രംഗത്ത് കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഈ പ്ലീഡർ നിയമനത്തിലാണ് അത് ഇത്രത്തോളം ഒരു വലിയൊരു ഭിന്നിപ്പ് അല്ലെങ്കിൽ ഒരു പ്രശ്നമായി മാറിയത്. ഇപ്പോൾ മുഖ്യമന്ത്രി ഒന്നും മുഖം പോലും കൊടുക്കാതെ അല്ലെങ്കിൽ കൈ നീട്ടുമ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട പോഷക സംഘടനയിലെ സംസ്ഥാന നേതാവിനെ അഭിസംബോധന ചെയ്യാൻ പോലും തയ്യാറാകാതെ മുന്നോട്ട് പോകുന്ന ആ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തുമ്പോൾ KSUവും സർക്കാരുമായിട്ടുള്ള ഈ പ്രശ്നം അത് കൂടുതൽ രൂക്ഷമാകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ഇനിയിപ്പോൾ അലോഷ്യസ് ഏത് തരത്തിൽ ഇതിൽ പ്രതികരിക്കും, ഇന്നുണ്ടായ സംഭവത്തിൽ എങ്ങനെ അദ്ദേഹം പ്രതികരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നതും. റഹീം. തീർച്ചയായും അങ്ങനെ തന്നെയാണ് അരുണ്യ. കാരണം ഇനി ഈ വിഷയത്തിൽ എന്തായിരിക്കും അലോഷ്യസ് സേവ്യറിന്റെ പ്രതികരണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ അറിയേണ്ടത്. ഈ KSU ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ അതിനെ തള്ളിക്കൊണ്ട്, അതായത് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ KSUവിനെ പാടെ തള്ളിക്കൊണ്ടുള്ള ഒരു പ്രതികരണം മുഖ്യമന്ത്രി VD സതീശിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതിൽ കോൺഗ്രസിന്റെ മറ്റ് നേതാക്കളും ഈ തരത്തിൽ അരുണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ദീപ്തി മേരി വർഗീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വളരെ വിമർശന
മായ ഒരു കുറിപ്പ് ജിൻഡോ ജോൺ, അദ്ദേഹം എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. അദ്ദേഹം വളരെ വിമർശനാത്മകമായ ഒരു വളരെ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. കൂടാതെ മറ്റ് KSUവിൻ്റെ തന്നെ മറ്റ് നേതാക്കളും ഈ വിഷയത്തിൽ വളരെ വലിയ രീതിയിൽ തന്നെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ പാർട്ടിയുടെ തന്നെ, അതായത് KSUവിൻ്റെ തന്നെ സംസ്ഥാന അധ്യക്ഷനോട് മുഖ്യമന്ത്രിയുടെ തീർത്തും മൈൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ പാടെ അവഗണിക്കുന്ന തരത്തിലുള്ളൊരു പെരുമാറ്റം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നുള്ളതാണ്. ഇനിയിപ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ KSUവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കൂടുതൽ പ്രതികരണത്തിന് സാധ്യതകളുണ്ട്. മുതിർന്ന നേതാക്കളടക്കം ഈ ഒരു വിഷയത്തിൽ നേരത്തെ ഇടപെട്ടിരുന്നു. ദീപ്തി മേരി വർഗീസ് ഒക്കെ ആ വിഷയത്തിൽ കാര്യമായി തന്നെ സംസാരിക്കുകയും ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കെതിരെ പാളയത്തിൽ പെടാ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ കാര്യമായി തന്നെ ഉയർന്നൊരു സാഹചര്യം ഈ വിഷയത്തിലുണ്ട്. ഇനിയിപ്പോൾ ഏത് രീതിയിലായിരിക്കും മുഖ്യമന്ത്രിക്ക് ഇതിനോടുള്ള പ്രതികരണം എന്താണ് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. പക്ഷേ ഒരുപക്ഷെ അദ്ദേഹം ഇതിൽ പറയാൻ പോകുന്നത് ഒരുപക്ഷെ അലോഷ്യസ് സേവ്യറിനെ കണ്ടില്ല എന്നൊക്കെ ആയിരിക്കാം. പക്ഷേ എന്തായാലും ഈ വിഷയത്തിൽ ആ ദൃശ്യങ്ങളിലുള്ളത് അലോഷ്യസ് സേവ്യറിനെ മുഖ്യമന്ത്രി കൃത്യമായി കാണുന്നുണ്ട്. അലോഷ്യസ് സേവ്യർ നിൽക്കുന്നത് കാണുന്നുണ്ട്, അദ്ദേഹം കൈ നീട്ടുന്നതും കാണുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ഏതെങ്കിലും തരത്തിലൊരു മറുപടി കൊടുക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ സംസാരിക്കാൻ അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായത്.